പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. 3 മിനിറ്റത്തെ വീഡിയോ ആണ്. എല്ലാവരും അവസാനം വരെ കാണുക. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ അനുഭവം വെച്ച് ഞാനിപ്പം 13 വർഷമായി പ്രവാസ ജീവിതം തുടങ്ങിയിട്ട്. ഇതിൽ 10-25 വർഷം പ്രവാസ ജീവിതം നിന്ന ഒരാളുണ്ട്. അദ്ദേഹം എല്ലാ പൈസയും മാസം തോറും 60,000-70,000 കൊണ്ട് വീട്ടിൽ മക്കളെ ഭാര്യ എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇയാളൊന്നും കരുതിയില്ല. വീട്ടിൽ പോയപ്പോൾ ഒരു LSC പോളിസി ഇട്ടതും ഭാര്യയുടെ പേർക്ക്, വേറെ ഒരു LSC ഇട്ടതും മോളെ പേർക്ക്. ലാസ്റ്റ് വീട്ടിൽ പോയിട്ട് ഇയാൾ ഒരു 100 രൂപ ചോദിച്ചാൽ കൊടുക്കാത്ത ഒരു സാഹചര്യം. ഇവിടെ നിർത്തിപ്പോയപ്പം കൊടുക്കാതെ വന്നു. അയാൾ ആ സമയത്തും നാട്ടിൽ കൂലിപ്പണിക്ക് പോകേണ്ട സാഹചര്യം വന്നു. 25 വർഷം പ്രവാസ ജീവിതം, 2 മക്കളെ കെട്ടിച്ചു വിട്ടു, മോൻ കല്യാണമായി. അവസാനം എന്തു പറ്റി? അയാൾക്കൊരു കാലിലൊരു പുണ്ണ് വന്നു, മുറിവ് വന്നു. അത് പഴുത്തു, നോക്കാൻ ആരുമില്ല, നാറ്റം വെച്ചു. ഇയാൾ സ്വയമായിട്ട് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആ സമയത്ത് ഞാൻ കുവൈറ്റിലാണ് ഈ വാർത്ത കേൾക്കുന്നത്. സാഹചര്യം നോക്കിക്കൊള്ളണേ, 25 വർഷം ഗൾഫ് ജീവിതം. അതുകൊണ്ട് നിങ്ങൾക്കുള്ളത് കരുതുക. ഗൾഫിൽ നിൽക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, ആരായിരുന്നാലും സ്വന്തമായിട്ടുള്ളത് കരുതുക. വീട്ടിൽ പോയിട്ട് 100 രൂപ 200 രൂപ എന്ന് ചോദിക്കേണ്ട സാഹചര്യം വരുത്തരുത്. നിങ്ങളെടുത്ത് കൊടുക്കുക 100 രൂപ. ഞാൻ തന്നെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു കൂട്ടുകാരന് വീട് പാലുകാച്ചനെന്ന് പറഞ്ഞ് 15,000, എൻ്റെ ഭാര്യ പ്രസവിക്കാൻ കിടന്നപ്പോൾ 10,000. എൻ്റെ മോൾക്ക് സുഖമില്ലാതെ, കാരണം എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എൻ്റെ മോൾക്ക് സുഖമില്ലാതെ പനിയാണ്, എൻ്റെ കയ്യിൽ 500 ഉണ്ട്. ബൈക്കിൻ്റെ ഫ്രണ്ടിലെടുത്തിരുത്തിയിട്ട് ഞാൻ പോവുക എൻ്റെ മോളെ. എൻ്റെ കയ്യിൽ 500 ഉണ്ട്, അവിടെ പോയി 1000-1300 രൂപ ആവും. അപ്പോൾ ഞാൻ അവനെ ഫോൺ വിളിക്കുന്നു, മോനെ എനിക്കൊരു 500 രൂപ വേണം, നീ എനിക്ക് ഗൂഗിൾ പേ ചെയ്തതാന്ന് പറഞ്ഞു. അതെൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്തു. ഒറ്റ മറുപടി, ഞാൻ നോക്കട്ടെന്ന് പോലും പറഞ്ഞില്ല. കാരണം നമ്മൾ ചെയ്ത സഹായിച്ചിട്ട് വിളിച്ച് പറയുന്നതല്ല, ചെയ്ത കൂട്ടുകാരനാണ്. അവൻ നോക്കട്ടെന്ന് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ മനസ്സിനൊരാശ്വാസം ഉണ്ടാനെ. ഇല്ലടാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മോക്ക് ഇഞ്ചക്ഷൻ ഇട്ട് എല്ലാം ചെയ്തു. അവിടെ 500 അതിൻ്റെ അകത്ത് നിന്ന് ആയി. അങ്ങനെ കൊടുത്തു. അവിടെ നിന്ന് ഈ ചെറിയ ഗുളികയൊക്കെ കിട്ടി. മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് എഴുതി. അങ്ങനെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഫോൺ വിളിക്കുകയാണ് കുറച്ച് ആൾക്കാരെ. ചിലർ ഫോൺ എടുക്കുന്നില്ല, ചിലവരിലില്ല പൈസ. അപ്പോൾ ഡോക്ടർ വന്ന് ചോദിക്കുന്നത്, എന്ത് പോവാതെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഇല്ല ഡോക്ടർ, മരുന്നെടുക്കാൻ പൈസ ആയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചോണ്ടിരിക്കും. നീ അടുത്ത് വരുമ്പം തന്നാൽ പോതും, തമിഴ്നാടാണ്. നീ അടുത്ത് വരുമ്പം തന്നാൽ പോതും, നീ തേവയാന മരുന്ന് വാങ്ങിയിട്ട് പോവാ. അവിടെ പറഞ്ഞ പേപ്പറിൽ ഡോക്ടർ എഴുതി ഒപ്പിട്ട് അവിടെ കൊടുത്തു. ഒറ്റ സ്പോട്ടിൽ. ആ ഡോക്ടറിന് കാണിച്ച മനസാക്ഷി പോലും എൻ്റെ കൂട്ടുകാരൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഗൾഫിൽ നിന്ന് പോകുന്ന